Hello everyone, welcome to English Mastery Hub. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. എല്ലാവരും എന്നോട് പറയാറുണ്ട്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, പക്ഷേ സംസാരിക്കാൻ ധൈര്യമില്ല. നിങ്ങൾ അതിൽ പെട്ട ഒരാളാണോ? ഓക്കെ, യു ഓൾറെഡി നോ ഇംഗ്ലീഷ് ബട്ട് യു ഡോണ്ട് നോ ഹൗ ടു സ്പീക്ക് അല്ലേ? എന്താണ്? ബിക്കോസ് ഓഫ് ഫിയർ. Or fear of grammar, fear of mistakes, fear of what people will think. അതല്ലേ? So today let me tell you one important truth. ഞാൻ നിങ്ങളുടെ ഒരു സത്യം പറയാൻ പോകുന്നു. എന്താണ് നിങ്ങളുടെ പ്രശ്നം? ഗ്രാമർ ഉണ്ടാകുമ്പോൾ ഗ്രാമർ ഉണ്ട്, അതുകൊണ്ട് തെറ്റുമോ എന്ന പേടി, മറ്റുള്ളവർ ചിരിക്കുമോ എന്ന ടെൻഷൻ, സെൻറ്റൻസ് കറക്റ്റ് ആണോ എന്ന കൺഫ്യൂഷൻ, ഇതൊക്കെയല്ലേ? നമുക്കതിനൊരു സൊല്യൂഷൻ കാണാം. അതെങ്ങനെ ശരിയാക്കിയെടുക്കാം? സോ ഇംഗ്ലീഷ് ഇസ് എ കമ്മ്യൂണിക്കേഷൻ ടൂൾ, നോട്ട് എ ഗ്രാമർ ടെസ്റ്റ്. നമ്മളെല്ലാവരും ആലോചിക്കുന്നത് ഗ്രാമർ നോക്കിയിട്ടാണ് സംസാരിക്കേണ്ടത്. ഒരിക്കലുമല്ല. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അവിടെ ഗ്രാമർ ഒരു പ്രശ്നമേ അല്ല. ഓക്കെ, ഈവൻ നാറ്റീവ് സ്പീക്കേഴ്സ് ഓൾസോ ദേ ആർ മേക്കിംഗ് ലോട്ട് ഓഫ് മിസ്റ്റേക്സ് ഇൻ ഗ്രാമേഴ്സ്, ബട്ട് സ്റ്റിൽ നോബഡി കെയർസ് ഇറ്റ് ബിക്കോസ് ഓഫ് ദിയർ കോൺഫിഡൻസ്, അല്ലേ? അപ്പം നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? സംസാരിക്കുന്നത് എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആകാനാണ് ശ്രദ്ധിക്കേണ്ടത്, അല്ലേ? അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതെങ്ങനെ ചെയ്യാം എന്ന് മനസ്സിലാക്കാം. ഓക്കെ, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് കുറച്ച് സ്റ്റെപ്സ് ആണ്. ആ സ്റ്റെപ്സ് എന്തിനുള്ളതാണ്? ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് സ്റ്റെപ്സ്. അപ്പോൾ അത് നിങ്ങളെ കുറച്ചും കൂടി നല്ല എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷനിലേക്ക് കൊണ്ടുപോകും. ഓക്കെ, സോ എന്താണതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, മലയാളം ടു ഇംഗ്ലീഷ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത് നിർത്തുക. ഓക്കെ, സിമ്പിൾ തോട്ട്സിൽ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ ചിന്തിക്കുക, എന്നിട്ട് ഇംഗ്ലീഷിൽ തന്നെ പറയാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ ചായ കുടിക്കുകയാണ്, അതെങ്ങനെയാണ് പറയുക? ഐ എം ഡ്രിങ്കിങ് ടീ, അല്ലേ? പക്ഷെ നിങ്ങളത് ഐ ഡ്രിങ്ക് ടീ അങ്ങനെയൊക്കെ പറയും. അപ്പോൾ നിങ്ങൾ അത് ആലോചിക്കുക, ഈസ് ഇറ്റ് കറക്റ്റ്? ദർ വിൽ ബി മിസ്റ്റേക്ക്, നോ പ്രോബ്ലം. ഓക്കെ, മിസ്റ്റേക്സ് വരുന്നതിനാൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ഇതിങ്ങനെ സ്ലോലി പഠിച്ചാകുമ്പോൾ, ഞാൻ പല ടെൻസിനെ കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ടെൻസസ് ഒക്കെ എടുത്ത് നോക്കുക, എന്നിട്ട് വീണ്ടും മീൻസ് നിങ്ങൾക്ക് മിസ്റ്റേക്സ് വരുന്നുണ്ടോ, കൺഫ്യൂഷൻ വരുന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് നോക്കുക. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്ത് ചോദിക്കാം. ഓക്കെ, സോ നിങ്ങൾ ഇൻസ്റ്റെഡ് ഓഫ് തിങ്കിങ് ഇൻ മലയാളം യു ഹാവ് ടു തിങ്ക് ഇൻ ഇംഗ്ലീഷ്. ഇതാണ് ഇവിടെ നമ്മൾ പറയുന്ന കാര്യം. ഓക്കെ, സോ ഞാൻ ചായ കുടിക്കുകയാണെന്ന് എങ്ങനെയാണ് പറയുക? ഡയറക്റ്റ്ലി നിങ്ങൾ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക, ഐ എം ഡ്രിങ്കിങ് ടീ. ഓക്കെ, പിന്നെ ഡെയിലി ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം? ഇംഗ്ലീഷിലേക്ക് പറയുന്നത് പോലെ ശ്രമിക്കുക. മലയാളം ആലോചിക്കാതെ ഇംഗ്ലീഷിൽ തന്നെ വേർഡ്സ് ഉണ്ടാക്കുക. എന്നിട്ട് ഒരു മിനിറ്റ് ചിന്തിച്ചോളൂ. ഓക്കെ, സോ ദെൻ സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, സ്റ്റാർട്ട് വിത്ത് ഡെയിലി ആക്ടിവിറ്റീസ്. നമ്മുടെ ഡെയിലി ആക്ടിവിറ്റീസിനൊക്കെ ഇംഗ്ലീഷിലേക്ക് മാറ്റാം. ഐ ആം വേക്കിംഗ് അപ്പ്, ഐ ആം ഗെറ്റിംഗ് റെഡി, ഐ ആം ഗോയിങ് ടു വർക്ക്, ഐ ആം ടോക്കിംഗ് ടു മൈ ഫ്രണ്ട്. ഇങ്ങനെയുള്ള സ്മോൾ സെൻറ്റൻസസ് ഉണ്ടാക്കിയിട്ട് ക്ലിയർ തോട്ട്സിലൂടെ നിങ്ങൾ ശ്രമിക്കുക. ഓക്കെ, സോ മിസ്റ്റേക്സ് ആയിക്കോട്ടെ, കുഴപ്പമില്ല, അതൊന്നും നമുക്കൊരു പ്രശ്നമല്ല. നൗ യു ഡോണ്ട് തിങ്ക് അബൌട്ട് ദ മിസ്റ്റേക്ക്, യു ജസ്റ്റ് തിങ്ക് അബൌട്ട് ഹൗ യു ക്യാൻ പ്രാക്ടീസ് സ്പോക്കൺ ഇംഗ്ലീഷ് വെൽ. ഓക്കെ, അത് മാത്രം ചിന്തിച്ചാൽ മതി. ഇപ്പോൾ പ്രാക്ടീസാണ്, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ പെർഫെക്റ്റ് ആവും. ഓക്കെ, സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണെന്ന് നോക്കാം. സ്റ്റെപ്പ് 2 എന്ന് പറയുന്നത് ഡിഫിക്കൽട്ടി വൊക്കാബുലറി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ കട്ടിയുള്ള സിമ്പിൾ വേർഡ്സ് യൂസ് ചെയ്താൽ മതി. കട്ടിയുള്ള വേർഡ്സ് ഒന്നും യൂസ് ചെയ്യേണ്ട. സിമ്പിൾ വേർഡ്സ് ആ പവർഫുൾ എന്ന് കേട്ടിട്ടില്ലേ? അതാണ് നമ്മൾ അങ്ങനെ യൂസ് ചെയ്തത്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാം ഏതൊക്കെയാണ് ഈ ടഫ് വേർഡ്സ്. ആദ്യം അല്ലെങ്കിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിഫിക്കൽട്ട് ആയിട്ടുള്ള വൊക്കാബുലറി യൂസ് ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പെട്ടെന്ന് അത് അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. അതാണ്. ഓക്കെ, സോ ഐ ആം എക്സ്ട്രീംലി ഡിലൈറ്റഡ്, ഐ ആം എക്സ്ട്രീംലി സോറി, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറ്. അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ്, ഞാൻ മാപ്പ് ചോദിക്കുന്നു എന്നൊക്കെ. എക്സ്ട്രീംലി എന്ന് വെച്ചാൽ അങ്ങേയറ്റം അത്രയും ഇതായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ വെരി 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 നമ്മൾ ഐ ആം വെരി ഹാപ്പി, ഐ ആം വെരി വെരി സോറി എന്നൊക്കെ പറയില്ല. അപ്പോൾ ഐ ആം എക്സോസ്റ്റഡ്. ഓക്കെ, ഐ ആം വെരി ടയേർഡ് എന്നുള്ളതിൻ്റെ അനദർ വേർഡാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഐ ആം എക്സോസ്റ്റഡ് നിങ്ങൾക്ക് എന്ത് യൂസ് ചെയ്യാം? ഐ ആം വെരി ടയേർഡ്, അങ്ങനെ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ സിമ്പിൾ ഇംഗ്ലീഷ് എന്ത് ചെയ്യും? നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. സോ സിമ്പിൾ ഇംഗ്ലീഷ് ഈക്വൽ ടു കോൺഫിഡൻറ്റ് ഇംഗ്ലീഷ്. ഓക്കെ, അങ്ങനെയാണ് സാധാരണയായിട്ട് നമ്മൾ പറയാറ്. അപ്പോൾ ഏത് ലാംഗ്വേജ് പഠിക്കുമ്പോഴായാലും ആദ്യം സിമ്പിൾ വേർഡ്സിൽ ട്രൈ ചെയ്യുക, എന്നിട്ട് കോൺഫിഡൻറ്റ് ലെവലിലേക്ക് പോവാം. ഓക്കെ, സോ അടുത്തതിലേക്ക് പോവാം.
സ്റ്റെപ്പ് 3 എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ നമ്മൾ സാധാരണ ചെയ്യാൻ പഠിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. മിറർ നോക്കി പ്രാക്ടീസ് ചെയ്യുക. ഡെയിലി 5 minutes മിറർ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്താണ് ഈ മിറർ പ്രാക്ടീസിൽ എന്താണ്? മിറർ പ്രാക്ടീസ് കൊണ്ടുള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും. അറ്റ് ദ സെയിം ടൈം നിങ്ങളുടെ പോസ്ചർ നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്ത് എങ്ങനെ സംസാരിക്കാം, അത് ഏത് ലാംഗ്വേജ് സംസാരിക്കുമ്പോഴും നമ്മൾ പോസ്ചേഴ്സ് ഒക്കെ, നമ്മൾ ഐ കോണ്ടാക്ട്, നമ്മുടെ വേ ഓഫ് എക്സ്പ്രഷൻ, വേ ഓഫ് ടോക്കിംഗ് എല്ലാം നമുക്ക് മാറ്റാൻ നമ്മുടെ മിറർ പ്രാക്ടീസ് വളരെ ഹെൽപ്ഫുൾ ആണ്. സോ ഇംഗ്ലീഷിലാണെങ്കിൽ അത് വളരെ ഇമ്പോർട്ടൻറ്റുമാണ്. നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ മിറർ പ്രാക്ടീസ് വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ അതിനാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് സെൽഫ് ഇൻട്രൊഡക്ഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നാണ്. അപ്പോൾ എന്താണ് ഈ സെൽഫ് ഇൻട്രോ എന്ന് അറിയില്ല, നിങ്ങളെക്കുറിച്ച് തന്നെ നിങ്ങൾ എഴുതി വെക്കുക ഇംഗ്ലീഷിൽ, എന്നിട്ട് അത് മിറർ നോക്കി പ്രാക്ടീസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, ഹലോ മൈ നെയിം ഇസ് എന്താണ് അത് പറയാം, ഐ എം വർക്കിംഗ് ഇൻ, ഇപ്പോൾ ഞാൻ സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഐ എം എ സ്റ്റുഡൻറ്റ്. ഓക്കെ, സോ ഐ എം ഇംപ്രൂവിങ് മൈ ഇംഗ്ലീഷ് എവറി ഡേ. ഓക്കെ, ഐ എം ബിക്കമിങ് കോൺഫിഡൻറ്റ്. ഇങ്ങനെ കുറച്ച് വേർഡ്സ് സെൻറ്റൻസസ് നോക്കിയിട്ട് അത് പറയാൻ ശ്രമിക്കുക. ഓക്കെ, സോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിനുള്ള ഒരു ബെനിഫിറ്റ് കിട്ടും. മിറർ പ്രാക്ടീസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് എത്രയായാലും അത് നിങ്ങൾ എത്രത്തോളം നന്നായി പ്രാക്ടീസ് ചെയ്യുന്ന അത്രത്തോളം നിങ്ങൾക്ക് ബെനിഫിഷ്യൽ ആയിരിക്കും. ഓക്കെ, സോ എവറി വൺ സ്റ്റാർട്ട് ഡൂയിങ് ടുഡേ. കോൺഫിഡൻസ് വിൽ ഓട്ടോമാറ്റിക്കലി ഗ്രോ. നിങ്ങളുടെ കോൺഫിഡൻസ് ഓൾസോ നന്നായിട്ട് ഗ്രോ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. സോ നെക്സ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റിമൂവ് ഫിയർ ഓഫ് മിസ്റ്റേക്സ്. മിസ്റ്റേക്സ് ഒരിക്കലും നമ്മളെ പേടിപ്പിക്കരുത്. മിസ്റ്റേക്സ് ഉണ്ടായിക്കോട്ടെ, അത് കുഴപ്പമില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മുമ്പിലോട്ട് പോവുക. മിസ്റ്റേക്ക് ചെയ്യുന്നത് തെറ്റല്ല, മിസ്റ്റേക്സ് ചെയ്യാത്തവർ ആരുമില്ല. ശരിക്കും പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് മിസ്റ്റേക്സ് സാധാരണയാണ്. അതുകൊണ്ട് നിങ്ങളത് മിസ്റ്റേക്സ് വലിയൊരു പ്രശ്നമായിട്ടൊന്നും എടുക്കരുത്. ഓക്കെ, ലെറ്റ് ദം ടെൽ എനിത്തിങ്, ബട്ട് യു ഹാവ് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ്, റൈറ്റ്? സോ നിങ്ങളിൽ ഫോക്കസ് ചെയ്യുക. അതേഴ്സ് എന്ത് പറയുന്നു, നിങ്ങൾക്ക് മറ്റുള്ളവർ എന്ത് പറയുന്നു നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പം നിങ്ങൾക്കാണ് ഇംഗ്ലീഷ് പഠിക്കേണ്ടത്, നിങ്ങൾക്കാണ് ഇംഗ്ലീഷ് സംസാരിക്കേണ്ടത്. നാളെ ഒരു ദിവസം അത് നിങ്ങളോട് പറയുമോ, സോ യു ആർ സ്പീക്കിംഗ് വെരി നൈസ്, യു ആർ അമേസിങ്, യുവർ വേ ഓഫ് ടോക്കിംഗ് ഇസ് സൂപ്പർ. ഇങ്ങനെയൊക്കെ കുറേ വേർഡ്സും സെൻറ്റൻസസ് ഒക്കെ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ കേൾക്കണമെങ്കിൽ, സോ വാട്ട് യു ഹാവ് ടു ഡു ടുഡേ, സോ ഡോണ്ട് ഗെറ്റ് ഫിയർ ഇൻ ടു മിസ്റ്റേക്സ്. ഓക്കെ, മിസ്റ്റേക്സ് വരുന്നു പേടിച്ച് ഒരിക്കലും നിങ്ങൾ സംസാരിക്കുക. ഇഫ് യു ആർ മേക്കിംഗ് മിസ്റ്റേക്ക്, ഇറ്റ്സ് മീൻസ് യു ആർ ലേണിംഗ്, അല്ലേ? വി ആർ ഡൂയിങ് സംതിങ്. നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമല്ല അവിടെ മിസ്റ്റേക്സ് വരും. ഇഫ് യു ഐഡിയൽ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ഒരിക്കലും അവിടെ മിസ്റ്റേക്സ് ഉണ്ടായില്ല. സോ ഇഫ് യു ആർ മേക്കിംഗ് മിസ്റ്റേക്സ്, ഇറ്റ് മീൻസ് യു ആർ ലേണിംഗ്, അല്ലേ? ഈവൻ നേറ്റീവ് സ്പീക്കേഴ്സ് ഓൾസോ മേക്സ് മിസ്റ്റേക്സ്. എത്ര മിസ്റ്റേക്സ് ആണ് എല്ലാവരും ഡെയിലി നമ്മളിപ്പോൾ ഇംഗ്ലീഷ് ടോക്സ് തന്നെ എടുത്തു കഴിഞ്ഞാൽ കുറേ മിസ്റ്റേക്സ് അവരൊക്കെ ചെയ്യുന്നുണ്ട്. ബട്ട് ദേ സ്പീക്ക് കോൺഫിഡൻ്റ്ലി. അപ്പോൾ മിസ്റ്റേക്സ് വരുന്നു പറഞ്ഞിട്ട് അവർ സംസാരിക്കാതിരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് കോൺവെർസേഷൻ. ഓക്കെ, സോ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. സോ എന്താ ചെയ്യേണ്ടത്? കോൺഫിഡൻസ് അട്രാക്ട്സ് റെസ്പെക്ട്. നിങ്ങൾ കോൺഫിഡൻറ്റോട് കൂടി സംസാരിക്കുമ്പോൾ അത് കോൺഫിഡൻസ് അട്രാക്ട്സ് റെസ്പെക്ട്, അത് മനസ്സിലാക്കുക. ബഹുമാനം കൂട്ടും. ഓക്കെ, നിങ്ങൾ ബഹുമാനം അട്രാക്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ ഫിയർ അട്രാക്ട് സൈലൻസ്. കേട്ടിട്ടില്ല? ഫിയർ കഴിയുമ്പോൾ നമ്മൾ മിണ്ടാതിരിക്കും, ഫിയർ വന്നു കഴിഞ്ഞാൽ. സോ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് അറിയാവുന്നത് പോലും നമ്മൾ പറയാതിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇനി മുതൽ ഈ പറഞ്ഞ 4 കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഫോളോ ചെയ്യുക. ഇംഗ്ലീഷ് ഈ യാത്രയിൽ നമ്മുടെ കൂടെ തന്നെ ഇരിക്കുക. ഡെയിലി വരുന്ന പുതിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ് എവരി വൺ. ഹാവ് എ ഗുഡ് ഡേ. ടേക്ക് കെയർ.